നെൽകർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം വന്നതോടെ നിരാശയിലാകുന്നത് സംസ്ഥാനത്തെ നെൽകർഷകരാണ്. നിർദ്ദേശം പ്രാവർത്തികമായാൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടുന്ന ഗതികേടിലാകും കർഷകർ. അതേസമയം ബോണസ് നൽകുന്നത് തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. രാജ്യത്ത് ധാന്യോൽപാദനം ആവശ്യത്തിലധികമായതിനാൽ നെല്ല് സംഭരണത്തിനായി കേരളം നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശമാണ് ഇപ്പോൾ കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മുൻപ് കേന്ദ്ര സംഘവും BJP സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘവും കർഷകരുടെ പ്രതിസന്ധി പിടിക്കാനെത്തിയതിൻ്റെ പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാനത്തെ നെൽകർഷകർ. നെല്ലുവില വിതരണം കേന്ദ്രം ഏറ്റെടുക്കും, കർഷകർക്ക് പാടത്ത് വെച്ച് തന്നെ നെല്ലിൻ്റെ വില ലഭിക്കും, PRS വായ്പയായി നെല്ലുവില നൽകുന്ന രീതി ഇല്ലാതാവും തുടങ്ങി സംഘങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ കുട്ടനാട്ടിലെയും സംസ്ഥാനത്തൊട്ടാകെയുമുള്ള കർഷകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു. നെൽകാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ രക്ഷിക്കുമെന്ന പ്രചാരണം വ്യാപകമായെങ്കിലും കഴിഞ്ഞ ദിവസം കേന്ദ്രമിറക്കിയ നിർദ്ദേശം കർഷകർക്ക് ഇരുട്ടടിയായി മാറുകയായിരുന്നു. തീരുമാനം നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ നെൽകർഷകർക്ക് കിലോഗ്രാമിന് 6 രൂപയിലേറെ കുറയും. ഇത് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. അതേസമയം കേന്ദ്രം നൽകിയ നിർദ്ദേശത്തെ കേരള സർക്കാർ മുഖവിലക്കെടുത്തിട്ടില്ല. ബോണസ് തുക നൽകുന്നത് തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര നിർദ്ദേശം നെൽകൃഷിയെ തകർക്കാനുള്ള സംഘടിത നീക്കത്തിന്റെ ഭാഗമാണെന്നും ബോണസ് നൽകുന്നത് തുടരുമെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് ഞാൻ തന്നെ രേഖാമൂലം കത്തിലൂടെ കേരളത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. നമ്മളത് തുടരും എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നിശ്ചയിക്കുന്ന കമ്മിറ്റി തന്നെ കേരളത്തിന്റെ ഉൽപാദന ചെലവ് വളരെ കൂടുതലാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഓരോ സ്റ്റേറ്റിനും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ടുള്ള MSP, സ്റ്റേറ്റ് സ്പെസിഫിക് MSP പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 30-നേക്കാൾ വർദ്ധിക്കും, 30-നേക്കാൾ കൂടണം, 40 രൂപയെങ്കിലും ആവണം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് സംസ്ഥാനം നിങ്ങൾ കുറയ്ക്കണം എന്ന് പറയുന്നത്. കേവലമായ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിലൊന്നും അല്ല, നെൽകൃഷി ഒഴിവാക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടെ. നിലവിൽ 1 കിലോ നെല്ലിന് കർഷകർക്ക് ലഭിക്കുന്ന സംഭരണ വിലയായ 30 രൂപയിൽ 6.31 രൂപയാണ് പ്രോത്സാഹന വിഹിതമായി സംസ്ഥാനം നൽകുന്നത്. കേന്ദ്രം നിശ്ചയിച്ച താങ്ങുവില 28.60 രൂപയാണ്. പുറമെ കിലോയ്ക്ക് 12 പൈസ തോതിൽ കയറ്റുകൂലിയും കർഷകർക്ക് ലഭിക്കും. വിത്ത്, വളം, ഉഴവുകൂലി, നടിയൽ ചെലവ്, തൊഴിലാളികളുടെ വേതനം, ജലസേചന ചെലവ്, കീടനാശിനി വില, കൊയ്ത്തുകൂലി എന്നിവ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം തിരിച്ചടിയാകുമെന്നാണ് കർഷകരുടെയും കർഷക സംഘടനകളുടെയും നിലപാട്. നിർദ്ദേശം നടപ്പായാൽ കുട്ടനാട്ടിലെ ബാക്കിയുള്ള നെൽപ്പാടങ്ങളും അപ്രത്യക്ഷമാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ.